ഹലോ ഫ്രണ്ട്സ്, റിക്സ് ആൻഡ് ഗെയിംസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എന്താ നോക്കേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ഇന്ന് പൊളിറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഇനി കോഴ്സ് എഴുതാൻ പോകുന്നവർക്ക് ആ ഒരു തിരക്കിലായിരിക്കും എന്നറിയാം. അപ്പം എൻ്റെ ക്ലാസ്സുകളോട് ഇന്ന് കേൾക്കണേ. ഓക്കെ, പൊളിറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാന കണക്കെടുപ്പ് നടത്തിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാന കണക്കെടുപ്പ് നടത്തിയത് ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കണക്കെടുപ്പ് നടത്തിയത്. വർഷം 1881. വർഷം 1881 ഓർക്കുക. പിന്നീട് കണക്കെടുപ്പ് നടത്തിയ വ്യക്തികളാരാണ്? ദാദാഭായ് നവറോജിക്ക് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ദേശീയ വരുമാന കണക്കെടുപ്പ് നടത്തിയത് ആരൊക്കെയാണ്? അടുത്തത് വില്യം ഡിഗ്ബേ, ഫിൻലേഷ്യസ്, VKRV റാവു, RC ദേശായി. VKRV റാവു, RC ദേശായി, വില്യം ഡിഗ്ബേ, ഫിൻലേഷ്യസ്. ദെൻ 4 പേരാണ് പിന്നീട് കണക്കെടുപ്പ് നടത്തിയവർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. 85% ജനങ്ങളും കൃഷിയായിരുന്നു ജീവിതമാർഗമായിട്ട് സ്വീകരിച്ചിരുന്നത്. കാർഷിക ഉൽപാദനം സ്തംഭനാവസ്ഥയിലാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാലത്ത് ഈ കാർഷിക ഉൽപാദനം സ്തംഭനാവസ്ഥയിലായതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. പേജ് നമ്പർ 11 പാർട്ട് 1 ചാപ്റ്റർ 1 ബുക്കിലാണ് ഇതിൻ്റെ ആൻസർ കിടക്കുന്നത്. ആൻസർ നോക്കാം. സെമിന്ദാരി, മഹൽവാരി, റൈറ്റ്വാരി. ഇത് സെമിന്ദാർമാര് ഭൂവുടമകളായി. മൂന്നാമത്, കാർഷിക ഉൽപാദനത്തിന്റെ അളവ് പരിഗണിക്കാതെ കർഷകരിൽ നിന്നും വലിയ നിരക്കിൽ സെമീന്ദ്രന്മാർ നികുതി ഈടാക്കി. എത്രത്തോളം ഉൽപാദനം ഉണ്ടെന്നൊന്നും നോക്കിയില്ല, പക്ഷെ വലിയ നികുതി തന്നെ കർഷകരുടെ കയ്യിൽ നിന്ന് സെമീന്ദാർമാർ നികുതി ആയിട്ട് പിരിച്ചെടുത്തു. കൃഷിഭൂമിയുടെ മേന്മ വർദ്ധിപ്പിക്കാനോ ഉൽപാദനക്ഷമത കൂട്ടുവാനോ ഒന്നും സെമീന്ദ്രന്മാർ ശ്രമിച്ചില്ല. കൃഷിഭൂമിക്ക് മേന്മ കൂട്ടാനുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്തുമില്ല. ഉൽപാദനക്ഷമത കൂട്ടുമൊന്നും അവരെ ശ്രദ്ധിക്കാനേ പോയില്ല. അടുത്തത്, കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയായിരുന്നു. ആധുനികമായ യാതൊരു സാങ്കേതിക വിദ്യകളും കാർഷിക മേഖലയിൽ ഉപയോഗിച്ചില്ല. അത് പുതിയതൊന്നും ഉപയോഗിച്ചതില്ല. അവസാനത്തത്, ജലസേചന സൗകര്യക്കുറവ്. ഒരു കൃഷിസ്ഥലമായ ജലസേചനം സൗകര്യങ്ങളെല്ലാം ആവശ്യമാണ്, പക്ഷെ ഇതൊന്നും അവർ ശ്രദ്ധിക്കുകയേ ചെയ്തില്ല. ലാസ്റ്റ്, വളങ്ങളുടെ ഉപയോഗം. വളങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ കൃഷി കുറച്ചുകൂടെ ഫലപുഷ്ടിയാവുള്ളൂ. ഇത്രയും ഒരു കൃഷിക്ക് വേണ്ട യാതൊരു കാരണങ്ങളും സെമീന്ദ്രന്മാർ ശ്രദ്ധിച്ചില്ല. അവർക്ക് ആകെ വേണ്ടത് നികുതി മാത്രമായിരുന്നു. അതാണ് നമ്മുടെ കാർഷിക മേഖല ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ഉണ്ടായ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ ഒരു സ്തംഭനാവസ്ഥ എന്ന് പറയുന്നത്. വാണിജ്യവൽക്കരണം. എന്താണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം? കർഷകർ സ്വന്തം ഉപയോഗത്തിനല്ലാതെ കച്ചവട താല്പര്യത്തിനായിട്ട് കൃഷി ചെയ്യുന്നതിനെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ഇതുമൂലം എന്താണ് സംഭവിച്ചത്? ഭക്ഷ്യ ഉൽപാദനം കുറഞ്ഞു പോവുകയും നാണ്യവിളകൾ, അതായത് ധനം കിട്ടാനുള്ള നാണ്യവിളകളാണ് കൂടുതൽ ഉൽപാദനം ഉണ്ടായത്. അപ്പം അത് കടുത്ത ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും ഉണ്ടാക്കാനാണ് ഉപകരിച്ചത്. ഉദാഹരണം പറയുമ്പോൾ ബംഗാളിലും ഒറീസയിലും നെൽകൃഷി പാടങ്ങൾ നീലം കൃഷിക്ക് ഉപയോഗിച്ചു. ഇത് കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിന് ഉദാഹരണമാണ്. ഇപ്പം നമ്മളോട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ബംഗാളിലെയും ഒറീസയിലെയും കൃഷി നെൽപ്പാടങ്ങൾ നീലം കൃഷിക്ക് ഉപയോഗിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വാണിജ്യവൽക്കരണത്തെ കുറിച്ച് ചോദിച്ചാൽ അത് നമുക്ക് വ്യക്തമായിട്ട് ഈ ഭാഗം എഴുതിയാൽ മതിയാവും. ഓക്കെ. 1907 ബീഹാറിലെ ജംഷഡ്പൂരിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനി ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ എന്ന് പറഞ്ഞാൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടിസ്കോ സ്ഥാപിച്ചത് ആരാണ്? ജംഷഡ്ജി ടാറ്റ. ബീഹാറിലെ ജംഷഡ്ജി ടാറ്റ ടിസ്കോ ജംഷഡ്പൂരിൽ 1907 ബീഹാറിൽ ജംഷഡ്ജി ടാറ്റ ജംഷഡ്പൂരിൽ എന്ത് സ്ഥാപിച്ചു? ടിസ്കോ സ്ഥാപിച്ചു. ടിസ്കോ എന്ന് പറഞ്ഞാൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അടുത്തത് നോക്കാം, വ്യാപാര മിച്ചം. എന്താണ് വ്യാപാര മിച്ചം? കയറ്റുമതിയുടെ മൂല്യം ഇറക്കുമതിയേക്കാൾ കൂടിയിരിക്കുന്നതാണ് വ്യാപാര മിച്ചം.
എന്താണ് വ്യാപാര മിച്ചം? ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് വ്യാപാര മിച്ചം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്താണ് വ്യാപാര മിച്ചം? വ്യാപാര മിച്ചം എന്ന് പറഞ്ഞാൽ കയറ്റുമതിയുടെ മൂല്യം ഇറക്കുമതിയേക്കാൾ കൂടിയിരിക്കും. അപ്പം നമുക്ക് വ്യാപാര ശിഷ്ടം വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇങ്ങനെ വ്യാപാര മിച്ചം കിട്ടിയിരുന്നെങ്കിലും ഇന്ത്യക്ക് അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തിരുന്നത്. വ്യാപാര മിച്ചത്തിലൂടെ ഇന്ത്യയുടെ ധാരാളം സ്വർണവും വെള്ളിയും ലഭിക്കേണ്ടതിന് പകരം മിച്ചം മുഴുവൻ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരായ ഉദ്യോഗസ്ഥന്മാരുടെ ഭരണ ചെലവിനായിട്ട് ഉപയോഗിച്ചു. നിത്യോപയോഗ സാധനങ്ങൾക്ക് ക്ഷാമവും വിലക്കയറ്റവും വന്നു. ബ്രിട്ടീഷുകാരുടെ യുദ്ധച്ചെലവ് പോലും ഈ വ്യാപാര മിച്ചം കൊണ്ടാണ് നടന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവനും ബ്രിട്ടനിലേക്ക് ഒഴുകിപ്പോയി. ഇതാണ് സംഭവിച്ചത്. വ്യാപാര മിച്ചം കൊണ്ട് ഇന്ത്യക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഗുണവും ഉണ്ടായില്ല. ഗുണം മുഴുവനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കും ബ്രിട്ടനുമായിരുന്നു അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയത്. ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം. എന്താണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനവും അവിടുത്തെ ജനസംഖ്യയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന സിദ്ധാന്തം. അതാണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം. ഒരു രാജ്യത്തുള്ള സാമ്പത്തികമായി ഉണ്ടാവുന്ന വികസനവും അവിടെയുള്ള ജനസംഖ്യ എത്രത്തോളം ഉണ്ട് അതുമായിട്ടുള്ള ബന്ധം, അത് തമ്മിലുള്ള യോജിച്ച് കാണുന്ന അതിനെ പറ്റിയുള്ള ഒരു സിദ്ധാന്തമാണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം 1921 വരെ ഒന്നാം ഘട്ടത്തിലും 1921 ശേഷം രണ്ടാം ഘട്ടത്തിലേക്കും പ്രവേശിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ എന്തൊക്കെ പ്രത്യേകതകളെ നോക്കാം. നമ്മുടെ ബാർകോഡ് പോലെയാണ് നമ്മളിപ്പോൾ വരച്ചിട്ട് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട്. അവിടെ നോക്കി, മരണനിരക്കും ജനനനിരക്കും ഒരുപോലെ, അതായത് മരണനിരക്കും ജനനനിരക്കും ഉയർന്നിരിക്കുന്നു. അടുത്ത, ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും താഴേക്ക് പോയി. ഒന്നാമത്തെ ഘട്ടത്തിൽ സംഭവിച്ചത് എന്താണ്? ജനന നിരക്കും മരണനിരക്കും ഉയർന്നിരുന്നു, ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും താഴേക്ക് പോയി. രണ്ടാം ഘട്ടമായപ്പോഴേക്കും മരണനിരക്ക് കുറഞ്ഞു, ജനനനിരക്ക് ഉയർന്നു തന്നെ നിന്നു. മൂന്നാം ഘട്ടത്തിലെത്തിയപ്പോൾ മരണനിരക്കും ജനനനിരക്കും ഒരുപോലെ താഴ്ന്നു, ജനസംഖ്യാ വർധനവ് മന്ദഗതിയിലായി. ഇതാണ് സംഭവിച്ചത്. 1921 ഒന്നാം ഘട്ടം ജനസംഖ്യാ പരിവർത്തനം, 1921 ശേഷം രണ്ടാം ഘട്ട ജനസംഖ്യാ പരിവർത്തനം. ഇനി തൊഴിലിൻ്റെ ഘടനയാണ്. 3 വിഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ തൊഴിൽ ഘടന. ഒന്നാമത് പ്രാഥമിക മേഖല, രണ്ടാമത് ദ്വിതീയ മേഖല, മൂന്നാമത് തൃതീയ മേഖല. അങ്ങനെ 3 മേഖലകളായിട്ട് തൊഴിൽ ഘടന വിഭജിച്ചത്. ഒന്നാമത്തെ പ്രാഥമിക മേഖലയിൽ കൃഷിക്കായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നത്. ഏകദേശം 70-75% ആളുകളും കൃഷിയാണ് ചെയ്തിരുന്നത്. ഇനി നേരെ ദ്വിതീയ മേഖല നോക്കാം. ദ്വിതീയ മേഖലയിൽ വ്യവസായമാണ് ഉണ്ടായിരുന്നത്. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിൽ 10% ആളുകൾ വ്യവസായത്തിൽ ഏർപ്പെട്ടിരുന്നത്. തൃതീയ മേഖല നോക്കാം. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ സേവന മേഖലയാണ്. സേവന മേഖല എന്തൊക്കെയാണ്? ഗതാഗതം, വാർത്താവിനിമയം, വാണിജ്യം, വ്യാപാരം, ബാങ്കിങ്, വിദ്യാഭ്യാസം, ഇൻഷുറൻസ്, ഇതെല്ലാം സേവനങ്ങളാണ്. അപ്പോൾ സേവനമാണ് തൃതീയ മേഖലയുടേത്. ഇതിലാകെ ജനങ്ങൾ പങ്കെടുത്ത് 15-20% ആളുകൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കുക. കൃഷിയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും. പിന്നെ 3 മേഖലകളിലും നോക്കുക. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ത്യയിലെ തൊഴിൽ മേഖല എന്ന് പറഞ്ഞ് ചാപ്റ്റർ 7 ഇതിൻ്റെ തുടർന്നുള്ള പഠനം കൂടുതൽ വിശദീകരിച്ചുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1853 ഏപ്രിൽ 6 ബോംബെ മുതൽ താനെ വരെ ആദ്യമായി റെയിൽവേ പാത ആരംഭിച്ചു. നമുക്ക് ഓർക്കണം, ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 1853 ഇതിനെ നമുക്ക് 18 വയസ്സുള്ള മകളെയും കൊണ്ട് 53-കാരിയായ ഒരമ്മ ഏപ്രിൽ 6 മുംബൈയിൽ നിന്ന് താനെ വരെ ട്രെയിനിൽ യാത്ര പോയിന്ന് എളുപ്പത്തിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 1853 എന്ന് പറഞ്ഞാൽ ആ നമ്പർ നമുക്കൊന്ന് ഓർത്ത് വെക്കണം, അത്ര ആ വർഷം ഒന്ന് ഓർത്ത് വെക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ 1853 ഏപ്രിൽ 6 ആദ്യമായിട്ട് ബോംബെ മുതൽ താനെ വരെയാണ് ആദ്യമായിട്ട് റെയിൽവേ പാത ആരംഭിച്ചത്, റെയിൽവേ സ്റ്റാർട്ട് ചെയ്തതും. ഇനി റെയിൽവേ പാത വന്നതിൻ്റെ ഗുണങ്ങൾ അത് പേജ് നമ്പർ 15 കൊടുത്തിട്ടുണ്ട്, നോക്കാം. ജനങ്ങളുടെ ദീർഘദൂരയാത്രയ്ക്ക് സഹായകരമായി. ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വേർതിരിവുകളില്ല.
അപ്പം യാത്ര എളുപ്പമായി. ഇനിയിപ്പം നമുക്ക് യാത്രയുടെ യാതൊരു ഭൂമിശാസ്ത്രപരമായാലും സംസ്കാരമായിട്ടും എല്ലാം മിക്സിംഗ് ആയി. ഇപ്പം നമുക്ക് ഭാഷയുടെ പ്രശ്നമില്ല, സംസ്കാരത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, എത്ര ദൂരം വേണമെങ്കിൽ യാത്ര ചെയ്യാവുന്ന രീതിയിലേക്കായി. ഉൽപാദന കേന്ദ്രങ്ങളെയും വിപണികളെയും ബന്ധിപ്പിച്ചു. അങ്ങനെ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു. നമുക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റി സാധനങ്ങൾ, വളരെ വിധത്തിൽ കച്ചവട കാര്യങ്ങളെല്ലാം വളരെ വേഗതയിൽ നടത്താൻ പറ്റും, സമയബന്ധിതമായി തീർക്കാൻ പറ്റുന്നതുകൊണ്ട് വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടായി. കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ ത്വരിതപ്പെടുത്തി. കൃഷിയുടെ വാണിജ്യവൽക്കരണം വേഗതയിലായി. ഓക്കെ. ബംഗാൾ എന്താണ്? ഡക്ക മസ്ലിൻ. ബംഗാളിലെ തനതായ ഗുണമേന്മയുള്ള പരുത്തി തുണി ഡക്ക മസ്ലിൻ. കോളനി വാഴ്ച. കുടിയേറ്റക്കാരായി കാലക്രമത്തിൽ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികളാവുകയും ചൂഷണത്തിനായി അവിടുത്തെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളെ കൈയടക്കുകയും ചെയ്യുന്നതിനാണ് കോളനി വാഴ്ച എന്ന് പറയുന്നത്. എന്താണ് കോളനി വാഴ്ച? ആദ്യം കുടിയേറ്റക്കാരായിട്ട് ആ രാജ്യത്ത് വരും, പിന്നെ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാവും, പിന്നെ അവിടെയുള്ള സാമ്പത്തികമായതും രാഷ്ട്രീയമായിട്ടുള്ളത് എല്ലാം നമ്മുടെ കൈയടക്കി എന്നിട്ട് അവർ ഭരണം കയ്യേറ്റിയെടുക്കും. ഇതിനാണ് കോളനി വാഴ്ച എന്ന് പറയുന്നത്. എന്താണ് ദേശീയ വരുമാനം? ഒരു രാജ്യത്തിന് ഒരു വർഷം ഉൽപ്പാദിക്കപ്പെടുന്ന അന്തിമ സാധന സേവനങ്ങളുടെ ആകെ തുകയോട് വിദേശത്തു നിന്നുള്ള അറ്റ വരുമാനം കൂടി ചേർക്കുമ്പോഴാണ് ദേശീയ വരുമാനമാകുന്നത്. ശ്രദ്ധിക്കുക. അടുത്തത് പ്രതിശീർഷ വരുമാനം. എന്താണ് പ്രതിശീർഷ വരുമാനം? മൊത്തം ദേശീയ വരുമാനത്തെ ആ രാജ്യത്തിലെ ഒരു നിശ്ചിത സമയത്ത് ജനസംഖ്യയെ കൊണ്ട് ഹരിക്കുമ്പോൾ പ്രതിശീർഷ വരുമാനം ലഭിക്കും. പ്രതിശീർഷ വരുമാനം ലഭിക്കണമെങ്കിൽ ദേശീയ വരുമാനത്തെ ആ രാജ്യത്തെ ജനസംഖ്യയുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് പ്രതിശീർഷ വരുമാനം ലഭിക്കുന്നത്. അടുത്തത് കൃഷിയുടെ വാണിജ്യവൽക്കരണം. സ്വന്തം ഉപയോഗത്തിനല്ലാതെ കച്ചവടം ലക്ഷ്യമാക്കി കൂടുതലായി നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നതിനെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. കാർഷിക ഉൽപാദനക്ഷമത. പുതിയ കാർഷിക രീതികളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിലൂടെ ഉൽപാദന വർധനവ് ഉണ്ടാക്കുന്നതിനാണ് കാർഷിക ഉൽപാദനക്ഷമത എന്ന് പറയുന്നത്. ജമീന്ദാരി സമ്പ്രദായം. എന്താണ് ജമീന്ദാരി സമ്പ്രദായം? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂനികുതി സമ്പ്രദായ പ്രകാരം ജമീന്ദാരന്മാർ ആയിരുന്നു കൃഷിഭൂമിയുടെ ഉടമസ്ഥർ. പ്രധാനമായും ബംഗാൾ പ്രസിഡൻസിയിലായിരുന്നു ഇത് നിലനിന്നിരുന്നത്, ജമീന്ദാരി സമ്പ്രദായം. പിന്നെ 2 സമ്പ്രദായങ്ങൾ കൂടിയുണ്ട്, മഹൽവാരി സമ്പ്രദായം, റൈറ്റുവാരി സമ്പ്രദായം. മഹൽ എന്നാൽ ഗ്രാമം, അർത്ഥം മഹൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഗ്രാമം. റൈറ്റ് എന്നാൽ കർഷകൻ എന്നാണ് അർത്ഥം. റൈറ്റുവാരി സമ്പ്രദായത്തിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നാണ് അർത്ഥം. ഓരോ ഗ്രാമവും ഒടുക്കേണ്ട നികുതി എത്രയാണെന്ന് നിശ്ചയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കർഷകനും എത്ര നികുതി അടക്കണമെന്ന് നിശ്ചയിച്ച് കർഷകരെ നേരിട്ട് നികുതി ഈടാക്കുന്നത്, കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി ഈടാക്കുന്ന സമ്പ്രദായം. ഇത്രയേ ഉള്ളൂ. അടുത്തത് മൂലധന വസ്തുക്കളും വ്യവസായവുമാണ്. ഉപയോഗ ആവശ്യത്തിനായി വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആവശ്യമായ ഉപകരണം നിർമ്മിക്കുന്ന സമ്പ്രദായം. മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്താണ്? GDP. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു വർഷം ഉണ്ടാക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിപണി മൂലം, അതാണ് GDP, മൊത്തം ആഭ്യന്തര ഉൽപാദനം. വളർച്ചാ നിരക്ക് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ഒരു വർഷം കൈവരിക്കുന്ന വർധനവ്. അടുത്തത് കയറ്റുമതി മിച്ചം. കയറ്റുമതിയുടെ അളവ് ഇറക്കുമതിയേക്കാൾ വളരെ കൂടുതലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മിച്ചം കയറ്റുമതി മിച്ചം. കയറ്റുമതി മിച്ചം എന്താണ്? കയറ്റുമതിയുടെ അളവ് ഇറക്കുമതിയേക്കാൾ കൂടുതലായിരിക്കുന്നത്. താരിഫ് എന്താണ്? താരിഫ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന സാധന സേവനങ്ങളിൽ ഏർപ്പെടുത്തുന്ന ചുങ്കം. ഇറക്കുമതി സാധന സേവനങ്ങളിൽ ഏർപ്പെടുത്തുന്ന ചുങ്കത്തെ താരിഫ് എന്ന് പറയുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ടുവന്നു.